ശ്രീ ഗോപകുമാർ സാർ, ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്, വികസന വിരോധികളായ ഇടതുപക്ഷ സർക്കാരിനെ PM ശ്രീ ഉൾപ്പെടെ പദ്ധതികൾ എടുത്തു പറഞ്ഞാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. ഇങ്ങനെ പോയാൽ നമ്മുടെ നാട് എങ്ങനെ മുന്നേറും? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് പ്രധാനമന്ത്രി ചോദിച്ചത്. കാരണം PM ശ്രീ വന്നാൽ ഏറ്റവും മികച്ച സ്കൂളുകൾ എല്ലാ ബ്ലോക്കുകളിലും ഉണ്ടാകും. കേരളത്തിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നയമാണ് PM ശ്രീ. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചോ അതുകൊണ്ട് സംസ്ഥാനത്തുണ്ടാകുന്ന മെച്ചങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചില്ല എന്ന് മാത്രമല്ല, ആ ഗ്രാൻഡ് കിട്ടാനുള്ള അവസരവും നഷ്ടപ്പെടുത്തി. അതുപോലെ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന അത് നഷ്ടപ്പെടുത്തി. അപ്പോൾ കേന്ദ്രത്തിൻ്റേതായ ഫണ്ടുകൾ അതിൻ്റേതായ രീതിയിൽ വരുന്നതിനകത്ത് ഒരു വാസ്തവത്തിൽ കേരളത്തിൽ അതൊന്നും മനസ്സിലാക്കാതെ അത് വർഗീയതയാണ്, PM ശ്രീ വർഗീയതയാണ്, അതിനകത്ത് കാവ്യവൽക്കരണം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ എത്ര വായിച്ചിട്ടും അതിനകത്തൊരു കാവ്യവൽക്കരണവും കണ്ടിട്ടില്ല. അപ്പോൾ നല്ല വിദ്യാഭ്യാസ പദ്ധതിക്കകത്ത് കൊണ്ടുവരുന്ന നല്ല അംശങ്ങളുണ്ടെങ്കിൽ അത് കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിന് അത് വേണ്ടേ? അപ്പോൾ വാസ്തവത്തിൽ വികസന കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനകത്ത് കേന്ദ്രവും സംസ്ഥാനവും സഹകരിച്ച് പോകുന്നൊരു സംവിധാനമാണെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ഫെഡറൽ സിസ്റ്റത്തിൽ പോകാം. അതല്ലെങ്കിൽ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഡബിൾ എൻജിൻ ഗവൺമെൻറ് പോകാം. ഇപ്പോൾ വാസ്തവത്തിൽ ഡബിൾ എൻജിൻ ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥ ആദർന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തതാണ്. ഇന്ത്യയിൽ തന്നെ ഡബിൾ എൻജിൻ ഗവൺമെൻറ് എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചത്. കേന്ദ്രവും സംസ്ഥാനവും ഒരേ പാർട്ടി തന്നെ ഭരിക്കുന്നത് ആണ് നല്ലതെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യം പറഞ്ഞത് K. കരുണാകരനാണ്. അത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിലെ ചർച്ചയിലും കേരളത്തിലും കോൺഗ്രസ് ഗവൺമെൻറ് വരണം, UDF വരണമെന്ന്. അപ്പോൾ ആ വാക്ക് ഡബിൾ എൻജിന് വന്നില്ല, പക്ഷേ ഐഡിയ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഡബിൾ എൻജിൻ ഗവൺമെൻറ് വന്നാൽ അതിൻ്റെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റി അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യണം, സംശയമൊന്നുമില്ല. PM ശ്രീയെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യണം, പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജനയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. കേന്ദ്ര പദ്ധതികൾ നമ്മുടെ നാട്ടിൽ വേണ്ട രീതിയിൽ നടപ്പിലാക്കിയാൽ അത് വികസനത്തിന് ഗുണം ചെയ്യുമെങ്കിൽ അത് നല്ലതല്ലേ? ഇപ്പോൾ തമിഴ്നാട് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ സാമ്പത്തിക ശക്തി ഉള്ളതുകൊണ്ട് ഇതിനപ്പുറം അവർക്ക് ചെയ്യാൻ കഴിയും. കാരണം എക്കണോമിക് ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ദേശീയ ആവറേജിനോടൊപ്പം കിടപിടിക്കുകയോ ഒരു ശകലമെങ്കിലും മുൻപിലുമാണ് തമിഴ്നാട്. കേരളത്തിൽ എന്താ ഉള്ളത് എക്കണോമിക് ഗ്രോത്ത് നാഷണൽ ഇൻകത്തിൻ്റെ കാര്യത്തിലെടുത്താൽ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തമിഴ്നാട് എടുക്കുന്ന ഒരു നിഷേധാത്മക നിലപാടിനോടൊപ്പം അവർക്ക് സംസ്ഥാനത്തിനകത്ത് കൊണ്ടുവന്ന സാമ്പത്തിക വളർച്ചയും സാമൂഹിക വളർച്ചയൊക്കെ ഉള്ളതുകൊണ്ട് അവർ കേന്ദ്രവിരുദ്ധ നിലപാടെടുത്തിട്ടുണ്ട്. ഇവിടെ കേന്ദ്രവിരുദ്ധ നിലപാടെടുക്കുന്നതല്ലാതെ അതുകൊണ്ട് കേരളത്തിനകത്ത് സമ്പത്ത് വർദ്ധിക്കുന്നില്ല, കേന്ദ്രത്തിൻ്റെ ഗ്രാൻറ്റുകൾ വേണ്ട എന്ന് പറയുന്നു. ഇത് വാസ്തവത്തിൽ വികസനത്തിനെതിരാണ്. ഈ ആശയമാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രി പറയാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് PM ശ്രീയെക്കുറിച്ചും പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജനയും നഷ്ടപ്പെടുത്തിയില്ലേ എന്ന് ആ ചർച്ചയിൽ വന്നത്.